നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒന്നും തന്നെ കെട്ടടങ്ങുന്നതേയില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്നതാണ് കാണുന്നത്. ആര് പറഞ്ഞിട്ടാണ് വെടിവെച്ചത് എന്നുള്ള ചോദ്യമായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വരെ സഭയിൽ ഇതിൽ നിന്ന് മാറ്റാനുള്ള ഒക്കെ നിർദ്ദേശങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ പെല്ലറ്റ് ഉപയോഗിച്ച് എന്തിനാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചത് എന്നുള്ളതും AK-47 എന്തിനാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനൊന്നും ഇതുവരെ മറുപടി കിട്ടിയിട്ടുമില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ നമുക്ക് കാണാതിരിക്കാനും കഴിയില്ലല്ലോ സർ. വിദ്യാർത്ഥികളല്ലാത്ത ചില ആളുകൾ വരികയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോ ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് അല്ലെങ്കിൽ ചോദിക്കും ഇതിന് മറുപടി കൊടുക്കാതിരിക്കാനാണോ അമിത്ഷാ പാർലമെന്റിലേക്ക് വരാതിരിക്കുന്നത്? നമ്മൾ ഈ പ്രത്യേകിച്ച് BJP സർക്കാർ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, പരമാവധി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിയും ഹാജരാവാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേക രീതി. പ്രധാനമന്ത്രി വളരെ കുറച്ച് സമയം പാർലമെന്റിൽ ഉണ്ടാവണം. ആഭ്യന്തരമന്ത്രി ഇപ്പൊ ഇന്നലെ എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഉണ്ടായില്ല? ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 10-40 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗംഭീരമായ ഒരു സമരവും അതിന്റെ മുമ്പിൽ സർക്കാരിന്റെ ദയനീയമായ കീഴടങ്ങൽ, ആ സമരത്തെ നേരിടാൻ എല്ലാ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും ഉപയോഗിച്ച് നടത്തിയ ശ്രമങ്ങളും, ഇപ്പൊ പെല്ലറ്റ് ആണെങ്കിലും അതുപോലെ നിരവധി കാര്യങ്ങൾ, ഇപ്പൊ AK-47 വരെ എടുക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ മറുപടി പറയേണ്ട ചുമതല ആർക്കാണ്? ആഭ്യന്തരമന്ത്രിക്ക്. ഇപ്പോ പ്രസിദ്ധ ചോദിച്ച ചോദ്യം, അവിടെ വിദ്യാർത്ഥികളല്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയേണ്ടത് ആരാണ്? അതാരാണെന്ന് പറയേണ്ടത് ആരുടെ ജോലിയാണ്? ഇപ്പൊ ഇതിന് പിന്നിൽ ചില ദുഷ്ടശക്തികൾ ഉണ്ട്, അവരുടെ പണം കൊടുത്തിട്ടുണ്ട്, പാകിസ്ഥാൻ ഉണ്ട് എന്നൊക്കെ വെറുതെ വിളിച്ചു പറയല്ലാതെ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ആരാ? ആഭ്യന്തരമന്ത്രിയല്ലേ. വളരെ ഗൗരവതരമായ ചോദ്യങ്ങളല്ലേ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ചത്? ഒരു സംശയവും വേണ്ട. കാരണം കുട്ടികൾ നടത്തിയ ഒരു സമരത്തിനെ ഇങ്ങനെയാണോ സർക്കാർ നേരിടേണ്ടത്? 5 ആഴ്ചയോളം മിണ്ടാതിരുന്നിട്ട് പ്രധാനമന്ത്രി അർദ്ധരാത്രിക്ക് ഒരു വീഡിയോ ഇടുന്നു. അപ്പൊ 34 പകലുണ്ടായിരുന്നു, അന്നൊന്നും ചെയ്തില്ല. 35ാമത്തെ രാത്രി ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന്റെ കാര്യം എന്താ? അതും ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാതെ വെറുതെ ഇങ്ങനെയുള്ള ഒരു ബ്ലാ വീഡിയോ ഇടും. അല്ലെങ്കിൽ അദ്ദേഹം വീഡിയോ ഇടാറില്ല, മൻ കി ബാത്ത് ആണ് പതിവ്. അത് മുഖം കാണിക്കില്ല. മുഖം കാണിക്കാതെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റേഡിയോ എന്ന് തന്നെയാ പറയാം. പക്ഷെ മറുപടി അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല? എന്തുകൊണ്ട് ഇത്ര നീണ്ടുപോയി? എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്കെതിരെ, പ്രത്യേകിച്ചും പാർലമെന്റ് മാർച്ചിൽ എന്തൊരു ഭീകരമായ ആക്രമണമായിരുന്നു? രാഹുൽ ഗാന്ധി തന്നെ പത്രങ്ങളുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ച ഒരു പയ്യനുണ്ട്. ആ പയ്യന്റെ ദേഹത്ത് മുഴുവൻ പെല്ലറ്റ് കൊണ്ട് അപകടമാണ്. ചിലരുടെ കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ചിലരുടെ ജീവന് തന്നെ അപകടകരമാവുന്ന രൂപത്തിൽ. കാരണം ഈ പെല്ലറ്റ് ആർക്കെതിരെ ഉപയോഗിക്കേണ്ടത്? അവിടെ 13 വയസ്സായ കുട്ടിയെ വരെ ചവിട്ടിയ കേസുണ്ട്. 13 വയസ്സായ ഒരു കുട്ടിയെ പോലീസ് എന്തിനാ ചവിട്ടുന്നത്? ആ കുട്ടി വരാമോന്ന്? ആ കുട്ടി വരും. പിന്നെ ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് അവിടെ സമരം നടക്കണേ. ആ കുട്ടി നാളെ നീറ്റ് എഴുതാൻ പോണ ആളാണ്, +2 എഴുതാൻ പോണ ആളാണ്. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെരുവിൽ വരാനും അതിനെതിരെ പ്രതിഷേധിക്കാനുമുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉണ്ട്. അതിനെ അടിച്ചമർത്താൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് മാത്രമല്ല വന്നത്, പട്ടാളം ഇറങ്ങി, പല സ്ഥലത്തും പാരാമിലിറ്ററി ഇറങ്ങി, ഗുണ്ടകൾ അല്ലെങ്കിൽ മഫ്തി എന്ന് പോലീസ് എന്നാണോ എന്തായെന്ന് അറിയില്ല, ഗുണ്ടകൾ പോലീസിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മഫ്തിയിലോ ഒക്കെ ഇറങ്ങി. ഇവർ ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ അതിന് CCTVയും സകല സംവിധാനങ്ങളും ഉണ്ടല്ലോ. ആ സംവിധാനം എന്തുകൊണ്ട് നോക്കി അതിൽ കൾപ്രിറ്റുകളെ പിടിക്കൂ? അവിടെ വന്ന മുഴുവൻ വിദ്യാർത്ഥികളും അക്രമകാരികളോ പാകിസ്ഥാൻ ഏജന്റുമാരോ തീവ്രവാദികളൊന്നും അല്ലല്ലോ. അപ്പൊ ഗവൺമെന്റ് ജോലി എന്ത്? ഇത്രയും സംവിധാനങ്ങളിലെ ഗവൺമെന്റ് ജോലി വെറുതെ ആരോപണം ഉന്നയിക്കലോ വെറുതെ കഥ പറയലോ. അതുകൊണ്ടാണ് പറഞ്ഞ് ആരാണ് വെടിവെക്കാൻ നിർദ്ദേശം നൽകിയത് എന്ന വളരെ വളരെ ഫണ്ടമെന്റൽ ആയ ഒരു ചോദ്യം പാർലമെന്റിൽ ചോദിക്കണ്ടേ? ഈ രാജ്യം ഒരു ജനാധിപത്യമല്ലേ, പാർലമെന്ററി ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത് ഏത് ചോദ്യവും ചോദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം പാർലമെന്റ് അല്ലേ? ആ ചോദ്യത്തിന് മറുപടി ഇല്ല, ഉത്തരം പറയേണ്ട ആള് വരുന്നില്ല, അതിനകത്ത് ചീത്ത പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഇഡിയറ്റ്സിന്റെ രാജ്യമാണ്, അന്ധഭക്തരുടെ രാജ്യമാണ്. മോഡി പറഞ്ഞാൽ അത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന, കൈയടിക്കുന്ന അല്ലെങ്കിൽ കൂവുന്ന
പ്രതിപക്ഷം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സർക്കാരിനെതിരായി ചിന്തിക്കുന്നവരാരും ശബ്ദിക്കേണ്ടതില്ല, ശബ്ദിച്ചാൽ നിങ്ങളെ വെടിവെക്കും എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ രാജ്യമാണ്. അപ്പൊ ഇത് ജനാധിപത്യ രാജ്യമല്ല എന്ന രൂപത്തിലാണ് ഭരണകൂടം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഡിയറ്റ്സ് ആണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ച, വിഡ്ഢികൾ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് ഇപ്പൊ നീക്കം ചെയ്യണം. അതിലാണ് അവർ കയറി പിടിച്ചത്. യഥാർത്ഥത്തിൽ അമിത്ഷാ സ്ഥലത്തില്ല എന്ന വിഷയത്തിൽ അവർ മറുപടി പറയുന്നില്ല. അതല്ലേ ആദ്യം മറുപടി പറയണ്ടേ. അമിത്ഷാ എന്തുകൊണ്ട് ഇതിന് മറുപടി പറയുന്നില്ല? രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ഉദ്യോഗസ്ഥരും ചില ആളുകളും അമിത്ഷായെ അവിടെ നിന്ന് വിളിക്കുന്നത് കേട്ടു എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ അവരെ അടിക്കണോ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അമിത്ഷായുടെ ഓഫീസിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമിത്ഷാ മറുപടി പറയണ്ടേ? ഇത്ര ഗുരുതരമായ ഒരു ആരോപണമല്ലേ ഉന്നയിച്ചേ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ മറുപടി പറയാൻ മന്ത്രി ഇല്ലാതിരിക്കുകയും ആരോപണം ഉന്നയിച്ച ആളുടെ ആ ഒരു വാക്ക് ശരിയാണോ തെറ്റാണോ? ഇവര് തന്നെ എത്ര പ്രാവശ്യം പപ്പു എന്ന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ടുണ്ട്. പപ്പു എന്ന് വിളിച്ചിട്ടില്ലേ? പപ്പു എന്ന് വിളിച്ച എന്താ അർത്ഥം? രാഹുൽ ഗാന്ധി പപ്പു എന്ന് വിളിച്ചപ്പോൾ പലരും സന്തോഷിച്ചിട്ടുണ്ട്. ഇവൻ ഇടതുപക്ഷം പോലും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിളിച്ച ഒരാളെ അവിടെ ഇവർ ഇഡിയറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇഡിയറ്റ്സ് ആണ്, ഒരാളെയല്ല ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഇത് ഇഡിയറ്റ്സിന്റെ രാജ്യമാണ്, ഇഡിയറ്റ്സിന്റെ ഭരണമാണ്. നിങ്ങളൊക്കെ ഇഡിയറ്റ്സ് ആണ്, അന്ധഭക്തരാണ്. കാരണം പാർലമെന്റിൽ ഒരു മെമ്പർ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണീക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ പറയുന്നത് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി എന്നാണ്. പ്രതിപക്ഷ നേതാവ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. പ്രധാനമന്ത്രിയുടെ കൗണ്ടറാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കാൻ ചോദിച്ചാൽ ഉടനെ മന്ത്രിമാരടക്കം എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കുക. ഇത് ഏത് പാർലമെന്റിലാണ് നടക്കുക? നാളെ പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അവർക്കും കുറെ എണ്ണം ഉണ്ടല്ലോ, അവരങ്ങ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയ പ്രധാനമന്ത്രി എന്ത് ചെയ്യും? സ്പീക്കർ എഴുന്നേൽക്കുമ്പോൾ ഇതുണ്ടായാലോ? അപ്പോ ഒരു ഡെക്കോറും ഇവർക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ RSS ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അത് അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും മാപ്പ് പറയാൻ പോകില്ല. നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചു? ഞാൻ മാപ്പ് പറയാനാണ്. ഒരിക്കൽ രാഹുൽ ഗാന്ധിക്കെതിരെ RSSന്റെ കേസ് എടുത്തില്ല. കേസ് ഇപ്പം എന്തായെന്ന് ആർക്കും അറിയില്ല, എവിടെ പോയിന്ന് അറിയില്ല. അപ്പൊ അത് രാഹുൽ ഗാന്ധിയുടെ അവകാശമാണ് RSS എന്നൊരു സംഘടനയെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഇവിടെ ഒരു സംഘടന, ഇപ്പൊ ആ സംഘടനയുടെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കർണാടകയിൽ RSSന്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ചോദിച്ചിട്ട് ഇതുവരെ ആരുടെയും ഇല്ല, അങ്ങനെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തൊരു സംഘടന ഇത്രയധികം ആസ്തി ഉണ്ടാക്കി കാര്യങ്ങൾ പോയതിനെ കുറിച്ചല്ലേ ചോദിച്ചത്. അത്തരം ഒരു ചോദ്യത്തിനും അവിടെ ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട, അതും ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ പാർലമെന്റിൽ വരാതിരിക്കുക. മാത്രമല്ല പാർലമെന്റിന്റെ ക്യാമറ എല്ലാവർക്കും കാണാമെന്നാണ്. ക്യാമറ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പ്രതിപക്ഷത്തിനെതിരായി ഉപയോഗിക്കുക. പ്രതിപക്ഷത്തിന് മൈക്ക് കൊടുക്കാതിരിക്കുക. ഇനി അഥവാ മൈക്ക് കിട്ടിയാൽ തന്നെ ക്യാമറ വേറെ സ്ഥലത്തേക്ക് തിരിച്ചു വയ്ക്കുക. സ്പീക്കറെയോ ഭരണപക്ഷത്തെയോ കാണിക്കുക. പ്രസംഗം രാഹുൽ ഗാന്ധിയുടെയും നമ്മൾ കാണുന്നത് ഭരണപക്ഷത്തിനെയാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ലോങ് എന്താ പറയാ സൂം ഇതിൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെ പരാതി വന്നിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാത്ത, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്ത, എന്ത് ചോദിച്ചാലും ആള് വരാത്ത, ഉത്തരം പറയാനുള്ള ആള് പോലും പാർലമെന്റിൽ വരാത്ത അത്തരത്തിലുള്ള ഒരു പാർലമെന്റിനെ പിന്നെ അതിന്റെ ഭരണക്കാരി ഇഡിയറ്റ് എന്നല്ലാണ്ട് വേറെന്താ വിളിക്കുക? നമ്മൾ എന്തിനാ അവിടെ പോണേ? നമ്മൾ എന്തിനാ പിന്നെ തെരഞ്ഞെടുത്തി അയച്ചിട്ടുള്ളത്? ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കാനല്ലേ, ജനങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയാനല്ലേ. അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന അത്തരം ആളെ നമുക്ക് ഇഡിയറ്റ് തന്നെ വിളിക്കാൻ പറ്റും. കാരണം ഡെമോക്രാറ്റിക് ഇഡിയറ്റാണ്. അതാണ് പറയുന്നത്. ഡെമോക്രസിയിൽ ഇഡിയറ്റാണ്. ജനാധിപത്യത്തിൽ അവർക്കൊരു ബുദ്ധിയില്ല. ജനാധിപത്യം അല്ല അവർ ചെയ്യണം. അതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമാണ്. ആ ചർച്ച മുമ്പോട്ട് പോകണം. മാത്രമല്ല ഇവർ പറഞ്ഞ കരാർ പോലും ഒന്നും പാലിച്ചിട്ടില്ല ഇതുവരെ. ഇവര് ചെയ്യാന്ന് പറഞ്ഞ് ചൊവ്വാഴ്ചക്കകത്ത് എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. എഴുതി കൊടുത്ത കരാർ പോലും ഇതുവരെ ഒന്നും പാലിച്ചിട്ടില്ല. ഒരു കേസ് പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും ചില ആളുകളുടെ പിന്നാലെ പോലീസ് പോയിക്കൊണ്ടിരിക്കണം. അവർക്ക് ഐഷ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം, ഐഷി. അപ്പൊ അവരെന്താണ്, അവർക്ക് കോടതിയിൽ പോയി അവർക്ക് ജാമ്യം എടുക്കേണ്ടി വരിക. കേസുകളൊക്കെ പിൻവലിക്കുന്ന പറയുന്ന സംഗതിയാണ്. ഇപ്പൊ പറഞ്ഞ ആ കേസല്ല, മുമ്പത്തെ ഒരു കേസാണ്. അതങ്ങനെയാണല്ലോ, പണ്ട് തേങ്ങാമോഷണത്തിനാണല്ലോ രാഷ്ട്രീയ എതിരാളികളെ അറസ്റ്റ് ചെയ്യുക. തേങ്ങാമോഷണം ഉണ്ടെന്നൊരു പരാതി കൊടുത്താൽ അയൽക്കാരൻ ഈ രാമകൃഷ്ണൻ എന്റെ വീട്ടിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ചു. രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി അതാണ്. അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീ പീഡനം, അങ്ങനെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കിയ ആളുകളെ തടവിലിടുക അല്ലെങ്കിൽ പിടിച്ചു ഇറക്കുക, ഈ തുടങ്ങിയ കലാപരിപാടികൾ ഇവർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇഡിയറ്റ്സ് എന്ന് വിളിച്ചത്. രേഖയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ടാവും ഇഡിയറ്റ്.